നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമരകത്ത് മുത്തേരിമടയിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശ പരിശീലന തുഴച്ചിലൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അപ്പം നമ്മൾ ആ തുഴച്ചിൽ ദൃശ്യങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോവാം. നമ്മൾ പോകുന്നത് മുത്തേരിമടയിലേക്കാണ്. മധ്യ കേരളത്തിലെ ആദ്യത്തെ ജനകീയ ചുണ്ടൻ വള്ളമാണ് ആർപ്പുക്കര ചുണ്ടൻ. ആർപ്പുക്കര ചുണ്ടൻ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കാൻ വേണ്ടി മുത്തേരിമടയിലാണ് പരിശീലനം നടത്തുന്നത്. ഇത് തെക്കുംകര അർദ്ധനാരീശ്വര ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നേരെ തിരിയുന്നത് മുത്തേരിമടയിലേക്കും വലത്തോട്ട് തിരിയുന്നത് അട്ടിപ്പിടിയിലേക്കുമാണ്. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുകയായിരുന്നു. 1-2 ദിവസമായി സ്വല്പം വെള്ളം വലിഞ്ഞിട്ട് നമ്മൾ നേരെ പരിശീലനം നടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. ഇവിടെയെല്ലാം റോഡിൽ വെള്ളമുണ്ട്, എങ്കിലും വാഹനങ്ങളൊക്കെ കടന്നു പോകും. കാറൊക്കെ ആയിട്ട് ഇതിലെ വരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. 2 വീലറാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ നമുക്ക് പരിശീലനം നടക്കുന്നിടത്തേക്ക് പോകാം. പക്ഷേ അങ്ങ് അറ്റം വരെ ചെല്ലാൻ പാടാണ്. എങ്കിലും നമുക്ക് മധ്യഭാഗം വരെ ചെല്ലാം. മുത്തേരിമട വരെ നമുക്ക് ചെല്ലാൻ പറ്റും. ഒരുപാട് ആൾക്കാരാണ് ആർപ്പുക്കര ചുണ്ടൻ്റെ പരിശീലന തുഴച്ചിൽ കാണാൻ വേണ്ടി മുത്തേരിമടയിൽ എത്തുന്നത്. കോട്ടയം കുമരകം റൂട്ടിലൊക്കെ ഇപ്പം വെള്ളം കയറി റോഡ് ബ്ലോക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കാറിലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ചുകൊണ്ടൊക്കെ പോകാനൊക്കെ പാടാണ്. ഇന്ന് അധികം തിരക്കൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വാഹനങ്ങളൊക്കെ 2 വീലറിലാണ് എല്ലാവരും ഇവിടെ എത്താറ്. അങ്ങനെ നമ്മൾ മുത്തേരിമടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വാഹനം ഒതുക്കിയതിന് ശേഷം ഇനി മുന്നോട്ട് കുറച്ചും ദൂരം കൂടെ പോകണം. എങ്കിലും ഈ ഭാഗത്ത് വള്ളം വരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കാരണം അപ്പുറമെല്ലാം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് യാത്ര പാടാണ്. ഇവിടെ ഈ പാലത്തിന് സമീപം കുറച്ച് ഇട കിട്ടി. അവിടെ കാർ ഒതുക്കിയിടാൻ പറ്റി. ഇവിടുന്ന് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയാൽ ഇവിടെ മെത്രാങ്കായലിൻ്റെ മോട്ടോർ തറയുണ്ട്. അവിടെ നിന്നാണ് ആർപ്പുക്കര ചുണ്ടൻ പരിശീലനം നടത്തുന്നത്. ഇവിടെ ഫിനിഷിംഗ് പോയിൻ്റാണ്. ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അവർ വിശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പാലം കയറി വലത്തോട്ട് കുറച്ച് റോഡ് അത് ബൈക്കിലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻ്റൊക്കെ കാണാൻ പറ്റും. എങ്കിലും നമുക്ക് ആർപ്പുക്കര ചുണ്ടൻ വരുന്നത് കാണാം. 2026 ഓഗസ്റ്റ് 2-നാണ് പെണ്ണാർത്തോട്ടിൽ ആർപ്പുക്കര ചുണ്ടൻ നീരണിഞ്ഞത്.
കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര നിവാസികളുടെയും ജലോത്സവ പ്രേമികളുടെയും കൂട്ടായ്മയിലാണ് ഈ വള്ളം നിർമ്മിച്ചത്. ഏകദേശം 500ഓളം കുടുംബങ്ങൾ 60 ലക്ഷം രൂപ മുടക്കിയാണ് ഈ വള്ളം നീരണിഞ്ഞത്. നെഹ്റു ട്രോഫി അടക്കമുള്ള വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 128 അടി നീളവും 64 ഇഞ്ച് വീതിയുമുള്ളതാണ് ആർപ്പുക്കര ചുണ്ടൻ. അപ്പം ചുണ്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നടന്നു. മെത്രാങ്കായലിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുത്തേരിമട പാലത്തിന് സമീപം ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു റൗണ്ട് പരിശീലന തുഴച്ചിൽ അവസാനിച്ചു. ഇനിയും കുറച്ച് സമയം വിശ്രമമാണ്. ഇതിനുശേഷം വീണ്ടും ഒന്നും കൂടെ തിരിച്ചു പോകും. ഇനി വേറെ ഉണ്ടോ? പൈസ ഉണ്ടോ? അത് ആരുടെയാ? അത് ഇതിനാ? ഇത് തിരിച്ച് ഞാൻ അങ്ങോട്ട് പോവാം, അപ്പുറത്തേക്ക്. നമുക്ക് ആർപ്പുക്കര ചുണ്ടനെ ഒന്ന് അടുത്ത് കാണാം. കാരണം മത്സരങ്ങളിലൊക്കെ മിന്നിമായെന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് ആർപ്പുക്കര ചുണ്ടൻ. ഏകദേശം 128 അടി നീളവും 64 ഇഞ്ച് വീതിയുമുള്ള ആർപ്പുക്കര ചുണ്ടൻ. ആർപ്പുക്കര ചുണ്ടനുമായി ഈ പ്രാവശ്യം മത്സരത്തിന് ഇറങ്ങുന്നത് കുമരകം ഇമാനുവൽ ബോട്ട് ക്ലബ്ബാണ്.
ഏകദേശം 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാരും അടക്കം ആകെ 90 പേർക്ക് ഒരേ സമയം ഇതിൽ തുഴയാൻ സാധിക്കും. എടത്വ കോവിൽമുക്ക് സാബു നാരായണ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ആർപ്പുക്കര ചുണ്ടന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആഞ്ഞിലി മരത്തിലാണ് വള്ളത്തിന്റെ പൂർണ്ണമായ നിർമ്മാണം നടന്നിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് ജനകീയ കൂട്ടായ്മയിലൂടെ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ചുണ്ടൻ വള്ളമാണിത്. ഓഗസ്റ്റില് ആർപ്പുക്കരയിലെ ഒരു കൂട്ടം യുവാക്കളുടെ ആഗ്രഹത്തിൽ നിന്നുമാണ് ഈ ചുണ്ടന്റെ തുടക്കം ആരംഭിച്ചത്. തിടനാട്, ചേർപ്പങ്കൽ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ തടികൾ ഉപയോഗിച്ച് 2025 ജനുവരിയിലാണ് വൃക്ഷപൂജ നടത്തി നിർമ്മാണം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ 2026 ജനുവരി 25-നാണ് വള്ളത്തിന്റെ മലർത്തൽ കർമ്മം നടന്നത്. കോട്ടയം ജില്ലക്കാരുടെ ആവേശമാണ് വള്ളംകളി. ഒരുപാട് ചുണ്ടൻ വള്ളങ്ങൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാൻ പോകുന്നുണ്ട്. ഇത് ഈ പുതിയതായിട്ട് ഇറങ്ങിയത് ആർപ്പുക്കര ചുണ്ടൻ അല്ലേ? ഇറങ്ങി പിന്നെ പുണ്യാളൻ രണ്ടും കോരന്താരം. അതെ. വിശ്രമത്തിന് ശേഷം വീണ്ടും പരിശീലന തൊഴിലിനായി നീങ്ങിയാണ് ആർപ്പുക്കര ചുണ്ടൻ. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് മത്സരം നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 മത്സര വള്ളംകളിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നടക്കുന്നത്. 2 മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്.
മുട്ടയിലൊന്നുമല്ലേ കുത്തിയേക്കുന്നത് മങ്കരല്ലേ ആദ്യം വെറ്റിക്കാരനെ ഇവിടെ ഓക്കെ ഓക്കെ വലിയുന്നുണ്ടോ നടന്നു പോകാം. അങ്ങനെ ആർപ്പക്കര ചുണ്ടൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. ഇവിടെയാണ് ഞങ്ങൾ കാറ് ഒതുക്കിയിട്ടത്. ഇവിടുന്ന് ഒരു ചെറിയ ടീ ഷോപ്പുണ്ട്. ഇവിടെ നല്ല ചായയൊക്കെ കിട്ടുന്നത്. നമ്മൾ ഓരോ ചായയെല്ലാം കുടിച്ച് ഇവിടുന്ന് പിരിയാമെന്ന് കരുതുന്നു. വള്ളംകളിയുടെ പരിശീലന തുഴച്ചിൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതുപ്പള്ളി ടുഡേ ലൈവ്.
അതോടൊപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബും ഈ പ്രാവശ്യം മത്സര രംഗത്തുണ്ട്. തുടർച്ചയായി 2004 മുതൽ 2007 വരെ 4 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് നെഹ്റു ട്രോഫി നേടിയതാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. ഈ വർഷം 2026 നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ പുണ്യാളൻ പള്ളത്തേലാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് മത്സരത്തിനിറങ്ങുന്നത്. ഇതാണ് കുമരകത്തെ തെക്കങ്കര ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം. ഇവിടുത്തെ തടി വഴിപാട് വളരെ പ്രസിദ്ധമാണ്. ഞാൻ ഒരു പ്രാവശ്യം നേർച്ചയായിട്ട് ഇവിടെ തടി വഴിപാടെടുത്തതാണ്. ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ബസാറിലേക്കാണ്.